ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ എൻ്റെ പുറകെ കാണുന്നത് വയനാട് ജില്ലയിൽ കേണിച്ചിറയിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടി കണ്ടംപററി സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണ്. നമുക്ക് ആ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് പോയി വരാം. നമ്മൾ ഈ വീട്ടിൽ ഫസ്റ്റ് വരുമ്പം തന്നെ വീടിൻ്റെ രണ്ട് സൈഡിലേക്കും ഫേസ് ചെയ്ത്, രണ്ട് സൈഡിൽ റോഡ് പോകുന്നുണ്ട്, അതിന് രണ്ട് സൈഡിലും ഫേസ് ചെയ്തിട്ട് എല്ലാ ആകൃതിയിലുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. ആ സിറ്റ് ഔട്ട് ഏരിയയിൽ ഒരു 3 സീറ്റർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ അധികം ഡീറ്റെയിലിങ് കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ വിശാലമായിട്ടുള്ളൊരു സിറ്റിംഗ് ഏരിയ. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഉള്ളിലേക്ക് കയറുന്ന നേരെ ഫോർമൽ ലിവിങ്ങിലേക്കാണ്. ഫോർമൽ ലിവിങ്ങിൽ ഒരു 5 സീറ്റർ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു TV യൂണിറ്റ്, അതുപോലെ സോഫയുടെ കളറിനോട് യോജിക്കുന്ന രീതിയിലുള്ള സെയിം ഷെയ്ഡിൽ വരുന്ന ഒരു സിമ്പിൾ ഹൈലൈറ്റ് കർട്ടനാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വീടിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ടും 2x4 ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയ ഹോളിലേക്കാണ് വീണ്ടും എത്തിച്ചേരുന്നത്. ഈ ഹോളിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു ഫാമിലി ലിവിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ബാക്കിലുള്ള ജനലിൽ സീബ്ര കർട്ടൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇടതുവശത്തെ പോർഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഡൈനിങ് ഏരിയയാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇവിടെയും ജനലിന് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലുള്ള സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്കുള്ള വിസിബിലിറ്റി കിട്ടാൻ പാകത്തിന് ഒരു സെമി ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചൺ കൺസ്ട്രക്ഷനാണ് ഇവിടെ ഈ വീട്ടിൽ ഉള്ളത്. അതുപോലെ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2 ബെഡ്റൂമുകൾ കാണാം. അപ്പോൾ ഫാമിലി ലിവിങ്ങിൻ്റെ ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ബാത്റൂമിൻ്റെ ഡോറ്, വളരെ വിശാലമായിട്ടുള്ള സിംഗിൾ പീസ് കമോഡും വാഷ് കൗണ്ടറുമുള്ള ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത്. ബാത്റൂമിൽ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കിങ് സൈസ് ബെഡ്, ജനലുകളിൽ സീബ്ര കർട്ടൻസ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. അതുപോലെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ സൈസിലുള്ള വാർഡ്രോബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ ആദ്യം കയറിയ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ആ സെയിം സ്ട്രക്ചറിൽ കയറി വരുമ്പം തന്നെ ഫസ്റ്റ് വാഷ് റൂം, അതുപോലെ സെയിം ഇതിൽ തന്നെയുള്ള ഒരു കിങ് സൈസ് ബെഡ്, 2 സൈഡിലും ജനൽ, ഭിത്തിയിൽ വാർഡ്രോബ്, ജനലുകൾ സീബ്ര ബ്ലൈൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കിയുള്ള 3 ബെഡ്റൂംസ് ഉള്ളത്. നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു 4 പാളി ജനലാണ്, അതിലും സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെയർ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു സിറ്റിംഗ് ഏരിയയാണ്. ഒരു ദിവാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമാണ്. പോകുന്ന വഴിക്ക് തന്നെയാണ് ഇവിടുത്തെ കോമൺ ബാത്റൂം വരുന്നത്. താഴെ കണ്ട അതേ രീതിയിലുള്ള ഒരു കോമൺ ബാത്റൂമാണിത്. അത് നേരെ കയറി വരുന്നത് ബെഡ്റൂമിലേക്ക്, കിഡ്സ് ബെഡ്റൂമാണ്. ഇവിടെയും 2 സൈഡിലും ജനലിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് 2 സൈഡിലും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു സ്റ്റഡി അറേഞ്ച്മെൻറ്റ്, സ്റ്റഡി ടേബിൾ, ഒരു ഭിത്തിയിൽ ഒരു ഫുൾ ലെങ്ത് കബോർഡ്. ഇത്രയാണ് ഈ റൂമിലുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ ഈ കാണുന്നത് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമാണ്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്ത അപേക്ഷിച്ച് ഏറ്റവും ചെറിയ ബെഡ്റൂമാണിത്. ഏറ്റവും സിമ്പിളായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഒരു നോർമൽ അലമാരയും ഒരു ജനലും 2 കട്ടിലും മാത്രമേ ഈ റൂമിലുള്ളൂ. ഇനി നമുക്ക് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഇത് വന്നിട്ട് കയറി വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫുൾ ലെങ്ത്തിലുള്ള കബോർഡ്, ബാക്കിയുള്ള എല്ലാ റൂംസിലുള്ള പോലെ ഒരു കബോർഡ്, ഒരു 4 പാളി ജനൽ, അത് ഓപ്പൺ ചെയ്താൽ പുറത്തേക്ക് ഇറങ്ങാവുന്നൊരു ചെറിയൊരു ബാൽക്കണി ഏരിയ. അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനലിന് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് റിപ്പിൾ കർട്ടനാണ് നമ്മൾ ഈ റൂമിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു കിങ് സൈസ് ബെഡുണ്ട്. ബെഡിൻ്റെ ബാക്കിൽ വരുന്ന ജനലിന് നമ്മൾ റോമൻ കർട്ടനാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഡ്രസ്സിങ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളുമുണ്ട്. വീണ്ടും ഈ റൂമിലെ ബാത്റൂമും കൂടി ഒന്ന് നമുക്ക് കാണാം.
ബാക്കിയുള്ള ബാത്റൂമിൽ കണ്ട അതേപോലെ തന്നെ സിംഗിൾ പീസ് കമോഡും ഒരു ചെറിയ വാഷ് കൗണ്ടറുമാണ് ഈ ബെഡ്റൂമിലും ഉള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൽ പുറത്തിറങ്ങി നമ്മൾ വീണ്ടും ഹോളിലൂടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും വരുന്നൊരു വലിയ ബാൽക്കണി ഏരിയയിലേക്കാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡിലേക്കുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളും വ്യൂവും കാര്യങ്ങളും എല്ലാം ഈ ബാൽക്കണി ഏരിയയിൽ നിന്നാണ് കിട്ടുക. ഇവിടെ ഒരു ഹാങ്ങിങ് ചെയർ ഇട്ടിട്ടുണ്ട് വന്ന് ഇരിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ്. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ കർട്ടൻസും ബ്ലൈൻഡ്സും നമ്മുടെ സ്ഥാപനമായ കെസ ഡെക്കോറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് വയനാട് ജില്ലകൾ കർട്ടൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.